ഇന്ന് നമ്മളുള്ളത് ആറ്റുകാൽ പൊങ്കാല ഇടുന്നതിൻ്റെ ഒരു കൊച്ചു വീഡിയോ ആണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അമ്മാവനാണ് ആറ്റുകാൽ പൊങ്കാല ഇടാൻ പോയത്. ഇനി സ്ത്രീകളുടെ ഇത് കടന്നു കയറി നിന്നും ആരും പറയില്ല, അമ്മാവൻ്റെ ഒരു ആഗ്രഹമാണ്. അപ്പം നമ്മളങ്ങനെ അമ്മാവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീടിൻ്റെ അടുത്താണ് പോയത്. അപ്പോൾ അവിടെ നമ്മൾ അടുപ്പ് കൂട്ടി പൊങ്കാല ഇടാൻ പോണ ചെറിയൊരു പായസമാണ് അമ്മാവൻ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളിത് അടുപ്പിലേക്ക് തീ പകർന്ന് തരുന്ന കാഴ്ചകളാണ് നിങ്ങൾ ഈ കാണുന്നത്. നമുക്ക് വീഡിയോ എടുത്തേക്കുന്നത് ശരിക്കും യൂട്യൂബിൻ്റെ റഷ്യയിലല്ലെങ്കിലും അത്യാവശ്യം നല്ല ക്ലാരിറ്റിയോടാണ് എടുത്തത്. ആ സമയത്ത് അങ്ങനെ എടുത്തതാണ്. ഇടാൻ ഷോർട്സൊക്കെ ആയിട്ട് ഇടാലോ എന്ന് കരുതിയാണ് എടുത്തത്. പക്ഷേ കുറേ ക്ലിപ്സൊക്കെ ഉള്ളപ്പം ഒന്നൊരു വീഡിയോ ആയിട്ട് തന്നെ ഇട്ടേക്കാം. ഇത് പൊങ്കാല കഴിഞ്ഞിട്ട് ആണ് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതൊക്കെ ആദ്യമായിട്ടാണ് അറിയുന്നല്ല ചെയ്യുന്നത്. അത് പൊങ്കാല നമ്മളിടുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചൂട്ടൊക്കെ കത്തിച്ച് ആദ്യം കലം വെച്ചു. കലത്തിൽ വെള്ളം വെച്ചു, അരി വേവിക്കാനുള്ള വെള്ളം വെച്ച്, പിന്നെ ചൂടായി വരുന്നതിനനുസരിച്ച് നമ്മൾ അതിലേക്ക് അരിയിട്ട് തേങ്ങയും ശർക്കരയും ചേർത്ത് ഒരു ചെറിയൊരു പായസം, അതാണ് നമ്മുടെ ഇന്നത്തെ ആറ്റുകാൽ പൊങ്കാല ആയിട്ട് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. പലരും പല രീതിയിൽ ഇലയട ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചൊരു നേർച്ചയായിട്ടാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അമ്മാവനുണ്ടാക്കുന്നതാണ് ഇന്നത്തെ പായസമാണ് ആറ്റുകാൽ അമ്മയുടെ നേർച്ചയായിട്ടുണ്ടാക്കുന്നത്. അപ്പോൾ കൂടെ നടക്കാൻ ചുമല ഷർട്ടിട്ട ചേട്ടനാണ് അമ്മാൻ്റെ കൂട്ടുകാരൻ. അപ്പം നമ്മളിങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പാണ്. ഇനിത് നേരെ അരി ചൂടുവെള്ളത്തിലേക്ക്, തിളച്ചു വരുന്ന വെള്ളത്തിലേക്ക് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇടുവാണ്. ഇട്ടിനിത് വെന്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ തേങ്ങയും ശർക്കരയും ചേർത്ത് പായസമായിട്ട് എടുക്കുക. അതാണ് നമ്മുടെ ഇന്നത്തെ പ്രസാദം അമ്മയുടെ. അങ്ങനെ ശർക്കര ചിരകി വെച്ചിരുന്ന ശർക്കരയുണ്ട്. നിരവധി ഭക്തജനങ്ങളാണ് കേട്ടോ ഇതുപോലെ ഇവിടെ തിരുവനന്തപുരം ആറ്റുകാൽ അമ്മയ്ക്ക് നേർച്ചയുടെ പൊങ്കാല ഇടാൻ വേണ്ടി വരുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ആറ്റുകാൽ പൊങ്കാലയെ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ഇടുന്നത് അമ്മാവനാണ്. അപ്പോൾ അതിനോട് അങ്ങനെ നമ്മൾ ആദ്യമായിട്ടൊക്കെ ഇടുന്നു. നെയ്യ് ഒഴിക്കുകയാണ്. ഇത് കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പൊങ്കാല ഇടാൻ തന്നെ ഒരുപാട് നിങ്ങൾ TV-യിലെല്ലാം കാണുന്നതല്ലേ, അതേ സംഭവം തന്നെ. നല്ല തിരക്കും കാര്യങ്ങളും. ഇത് തിരക്കില്ലാത്തൊരു കുറച്ച് സ്ഥലങ്ങളാണ്. റോഡിൻ്റെ ഇരുവശത്തും ഉണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ അടുപ്പൊക്കെ ബുക്ക് ചെയ്തില്ലെങ്കിൽ നമുക്കൊക്കെ ഒരുപാട് ദൂരേ കിട്ടത്തുള്ളൂ. അതിങ്ങനെ എല്ലാവരുടെയും വീടിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഈ ആറ്റുകാൽ പൊങ്കാലയുടെ സമയത്ത് ഇങ്ങനെ എല്ലാവരുടെയും വീടിൻ്റെ മുമ്പിലുമായിട്ടൊക്കെയാണ് പൊങ്കാല അവർ സമർപ്പിക്കുന്നത്. ദേവിയുടെ അടുത്തുനിന്ന് ഈ അമ്പലത്തിലെ ആഴിയിൽ നിന്ന് ഉള്ള തീ പകർന്ന് ഓരോ അടുപ്പിലേക്കും ആണ് ഈ പൊങ്കാലയുടെ തീ കത്തിക്കുന്നത്. ഞാൻ പറയുന്ന എന്തെങ്കിലുമൊക്കെ തെറ്റുകളൊക്കെ ഉണ്ടാവുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ അറിയത്തില്ല എന്നല്ല, സംസാരിക്കുന്നതിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതൊക്കെയാണ്. ഇതുവരെ ഇട്ടിട്ടുമില്ല. ഇവിടെ ഈ പൊങ്കാല സമയങ്ങളിൽ ഇവിടെ ആറ്റുകാൽ പോയിട്ടുമില്ല. അപ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് വീഡിയോ കിട്ടിയപ്പോൾ ഒന്ന് എടുത്തിട്ടേക്കാം എന്ന് കരുതിയാണ് ഇട്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേക നിമിഷങ്ങൾ ഇനി ഉണ്ടാവുമോ ഇല്ലയോ എന്നറിയത്തില്ല. എന്തായാലും നമുക്കിതുപോലെ ഒരു ദിവസം പോയിരുന്ന് ഞാനും ദേവികയും കുഞ്ഞുമുണ്ട്, പോയിടണം എന്നൊക്കെയുണ്ട്. അപ്പം നമ്മളും എന്തെങ്കിലുമൊക്കെ ഇതൊക്കെ സാധിച്ച് കിട്ടുമായിരിക്കും എന്ന് കരുതിയൊക്കെയാണ് ഇരിക്കുന്നത്. പക്ഷെ ഇവിടുത്തെ ജോലിയൊക്കെയാണ് ഒരു ഞങ്ങൾക്ക് ഈ സമയങ്ങളിൽ ചിലപ്പോൾ ലീവോ കാര്യങ്ങളൊന്നും പെട്ടെന്ന് കിട്ടിയെന്ന് വരില്ല. അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് ചിലപ്പോൾ മുടങ്ങി ഇങ്ങനെ പോവും. കാര്യം പറഞ്ഞാൽ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആഗ്രഹിക്കുമെങ്കിലേ
നമ്മളിപ്പോൾ ശബരിമലയ്ക്ക് പോകുമെങ്കിലും എല്ലാ 2 വർഷമായി പോണം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇതുവരെ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ പറയും, നമുക്ക് കാണണമെന്ന് ആഗ്രഹമില്ല, അതായത് ഭഗവാന് നമ്മളെ എന്ന് കാണണം എന്ന് തോന്നുന്നുവോ അന്നായിരിക്കും നമുക്ക് പോകാൻ പറ്റുക. അങ്ങനെ പറഞ്ഞാണ് ഇരിക്കുന്നത്. ശരിക്കും അത് തന്നെയായിരിക്കൂലേ? ഇപ്പോൾ ഭഗവാൻ എന്നെ കാണണം എന്നില്ല, അല്ലെങ്കിൽ ദേവിക്ക് നമ്മളെ കാണണമെന്നില്ല. അതുകൊണ്ടായിരിക്കും നമ്മൾ പോകണമെന്ന് വിചാരിച്ചിട്ടും പോകാൻ പറ്റാണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെ ആയിരിക്കും. ഞാനെങ്ങനെയാണ് വിശ്വസിക്കുന്നത്, നിങ്ങളെങ്ങനെയാണ് വിശ്വസിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല. നിങ്ങളുടെ വിശ്വാസം നിങ്ങളിൽ തന്നെ. അപ്പോൾ നമുക്കത് അമ്മാവൻ അങ്ങനെ പായസമൊക്കെ ഉണ്ടാക്കുന്നത്, വീട്ടിൽ അമ്മാവൻ ഈ പണിയൊന്നും ചെയ്യില്ല. എന്താണോ നേർച്ച മനസ്സിലെന്താണോ അമ്മാവൻ ആലോചിച്ചിട്ടേക്കുന്നത് എന്നറിയത്തില്ലല്ലോ. പായസമൊക്കെ വെച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുമെന്ന് കരുതിയൊക്കെയാണ് ഇരുന്നത്. പക്ഷെ അമ്മാവൻ കൊണ്ടുവന്നൊന്നും തന്നതുമില്ല. ചോദിച്ചപ്പോൾ കേടായി പോവില്ലേ എന്നാ പറഞ്ഞ്. നമുക്കിനി വീട്ടിൽ ഈ സാധനം കിട്ടത്തൂല. കാര്യം പറഞ്ഞ് ഇങ്ങനത്തെ പായസമൊക്കെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അതല്ലാതെ കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ടില്ല. ഈ രീതിയിൽ ഉണ്ടാക്കുന്ന പായസത്തിന് വേറെ ഒരു ടേസ്റ്റാണ്. അതാണ്. അപ്പം നമ്മുടെ പരിപാടി പായസം എല്ലാം തിളച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ലാഗ് ഉണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരുടെയും ആഗ്രഹങ്ങളൊക്കെ സാധിച്ച് മുന്നോട്ട് പോട്ടെ എന്ന് കരുതാം. അങ്ങനെ അമ്മാവൻ്റെ ആഗ്രഹവും സാധിക്കട്ടെ. അങ്ങനെ എല്ലാ പൊങ്കാലയിട്ട എല്ലാവർക്കും അവരവരുടെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളുടെ കൂടെ കൂടിക്കോ. ഇതുപോലത്തെ ഇനി പുതിയ വീഡിയോകളൊക്കെ നമ്മൾ ഡെയിലി ഇടാൻ ശ്രമിക്കുന്നതാണ്. കൂടുതലും കുഞ്ഞിൻ്റെയും അമ്മയുടെയും എൻ്റെയൊക്കെ ആയിരിക്കും വീഡിയോ. ഡെയിലി വ്ലോഗായിരിക്കും. നിങ്ങൾ കൂടെ ഉണ്ടാവണം. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ. സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നമ്മുടെ ചാനൽ. ബൈ.